ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് റൂട്ടീനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കോലം എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്കൂളിൽ കളർ ഡ്രസ്സായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈവനിങ് റൂട്ടീനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ബാഗൊക്കെ ഊരി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ബാഗ്. ഞാൻ ഈ ഒരു ടേബിളുണ്ട് അവിടെയാണ് ഞാൻ വയ്ക്കാറ്. അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മുടി കെട്ടിയിട്ട് വന്നു. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഗൈസ്, ഞാൻ ഡ്രസ്സും ചേഞ്ച് ചെയ്തു. പക്ഷെ ഞാൻ അതിന് മുഖം കഴുകിയിട്ട് വരും. മുഖം കഴുകിയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതേ കോലം തന്നെയാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ മഴക്കോളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇരുട്ടി എനിക്ക് ഇരിക്കുന്നത്. പക്ഷെ വെളിയിലോട്ട് നോക്കുമ്പോൾ കുറച്ച് വെട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അകത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫേസൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ വന്നപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ണിയപ്പവും ചായയും നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ചായ. ഗൈസ്, നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്ത് ഒരു ചായയൊക്കെ കുടിക്കണമെങ്കിൽ ഗൈസ് ഓർക്കാൻ വയ്യ ഗൈസ്, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാനൊരു കാര്യം പറയാം ഗൈസ്. എനിക്ക് സ്കൂളിലെ ശാസ്ത്രീയ സംഗീതത്തിനും ലളിതഗാനത്തിനും പദ്യം ചൊല്ലാനും ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി. സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അങ്ങനെ ഞാൻ ഉണ്ണിയപ്പം കഴിക്കുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് നാളെ സ്കൂളിൽ നിന്നൊരു സ്ഥലത്ത് പോകാനുണ്ട്. ചിതറ സ്കൂളിലാണ് പോകാനുള്ളത്. എനിക്കെന്ന് വെച്ചാൽ വർക്ക് എക്സ്പീരിയൻസ് ചിരട്ട വെച്ചിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സംഭവത്തിന് എനിക്ക് ചിതറ പോകണം. മത്സരമാണ്. പിന്നെ അവിടെ നിന്ന് ജയിക്കണം. സാധാരണ നമ്മളെ സ്കൂളിൽ മത്സരിച്ചാണ് പിന്നെ അവിടെ പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ചിതറ മത്സരിച്ചിട്ട് പിന്നെ അവിടെ ജയിക്കുകയാണെങ്കിൽ സബ് ജില്ലയിൽ കൊണ്ടുപോകും. അങ്ങനെയാണ് കേട്ടോ. ഞാൻ പോവുകയാണ്. അപ്പോൾ എനിക്കങ്ങനെ ഫസ്റ്റ് കിട്ടി. ശാസ്ത്രീയ സംഗീതത്തിനും ലളിതഗാനത്തിനും പദ്യം ചൊല്ലാനും നമ്മൾ സബ് ജില്ലയിൽ പോകണമെന്ന് പറഞ്ഞില്ല കേട്ടോ. ടീച്ചറൊന്നും പറഞ്ഞില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്ന് ഞാൻ ചിരട്ടയും അതേപോലെ പെയിൻറ്റും ബ്രഷൊക്കെ ഒന്ന് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഇന്ന് വൈകിട്ടാണ് എടുത്തത്. പിന്നെ ഞാൻ രാത്രിയാണ് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. അങ്ങനെ ഞാൻ കുറേ ഈ ചിതറ പോവും. നമ്മൾ വൈകിട്ട് ചിലപ്പോൾ 5-6 മണിയൊക്കെ ആവും കേട്ടോ വീട്ടിൽ വരാൻ. അങ്ങനെ ടീച്ചർ പറഞ്ഞു നമ്മൾ പോകുന്നത് എല്ലാവരും ജയിച്ചിട്ട് വരണം ഗൈസ്. അപ്പം ഞാൻ ചിരട്ട വെച്ചൊക്കെ ആണ് എനിക്ക് തന്നത് വർക്ക് എക്സ്പീരിയൻസ്. വേറെ കുറേ ആൾക്ക് ഈ നൂല് വെച്ചിട്ടുള്ള ഈ ചിത്രം വരച്ചിട്ട് അത് തുന്നൂലേ, ആ തുന്നൽ. പിന്നെ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ള ഈ മുള, ചന്ദനത്തിരി നിർമ്മാണം, അങ്ങനെയുള്ള 10 ഐറ്റംസ് ഉണ്ടായിരുന്നു. എൻ്റെ പേര് എനിക്ക് നന്നായിട്ട് ഓർമ്മയില്ല. ഓക്കെ, ഞാൻ ഉണ്ടാക്കുന്നത് ഈ മുയലല്ല ഈ ചന്ദനത്തിരി വയ്ക്കുന്നതും ഈ പെൻസിലിടുന്നത്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഞാൻ കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനും അച്ചാമ്മയും ഇടുന്ന ഓരോ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനിയും വീഡിയോസൊക്കെ ഇടും കേട്ടോ. നമ്മളിപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് ടിക്ടോക്കൊന്നും ഇടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഭയങ്കര മഴക്കോളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഇട്ടിരിക്കാനും പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഉടനെ നമ്മൾ ടിക്ടോക്കുമായി വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ബാക്കിയുള്ള കാര്യം. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈകിട്ട് സ്കൂളിൽ പോയി കഴിച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളക്കൊക്കെ ഒരുക്കി അത് കാണിച്ചു തരാം കേട്ടോ. വിളക്ക് ഒരുക്കി കാണിച്ചു തരാം. കുളിച്ചിട്ടിപ്പോൾ വീട്ടിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ
വിളക്ക് ഒരുക്കിയത് കാണിക്കാം. ഇതാണ് ഞാൻ വിളക്ക് ഒരുക്കിയത് കേട്ടോ. പൂവൊന്നും ഇപ്പം അങ്ങനെ കിട്ടാനൊന്നുമില്ല, അതുകൊണ്ടാണ് പൂവൊന്നും ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ. വിളക്കും ഞാൻ കത്തിച്ചു, അത് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിളക്ക് എത്തിക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ വിളക്ക് ഈ സമയത്ത് കുറച്ചുകൂടി താമസിച്ചാണ്, അപ്പോൾ നമുക്ക് വിളക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വരാം ഗൈസ്. ഞാൻ ഈ ലൈറ്റൊക്കെ അണച്ചിട്ടാണ് വിളക്ക് എത്തിക്കാറ് കേട്ടോ. ലൈറ്റൊക്കെ അണച്ചിട്ട് വിളക്ക് എത്തിക്കുന്ന രംഗമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് അപ്പോൾ ഞാൻ വിളക്ക് എത്തിക്കുകയാണ്. ഗൈസ് വിളക്ക് കത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതാണ് ഗൈസ്. ഒരു തെറ്റിപ്പൂ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്തു വെച്ചത്. ബാക്കി പൂവൊന്നും പിടിച്ചില്ല കേട്ടോ. ചെടികളൊന്നും പൂവൊന്നും അങ്ങനെ പിടിച്ചില്ല. ഗൈസ് അപ്പോൾ ഞാൻ വിളക്ക് കത്തിച്ചു. ഞാൻ വിളക്ക് കത്തിച്ചിട്ടാണെങ്കിലും വിളക്കിൽ കൈ വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തട്ടുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പിന്നെ ലൈറ്റ് ഇട്ടു, വെളിയിലും അകത്തും ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ വിളക്ക് കത്തിച്ച ബേക്കിൽ കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഭിത്തിയിൽ ചുമരിലൊക്കെ എൻ്റെ പല പല കലാവിരുന്നുകളുണ്ട് ഗൈസ്. ഓക്കെ, നിങ്ങൾ എൻ്റെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ പറയുകയാണ്, ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഞാൻ വച്ചാൽ വേണ്ടുന്ന ഓരോ വീഡിയോസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടണം. അപ്പോൾ ഇനിയുള്ള കോമഡി വീഡിയോസും എല്ലാ വീഡിയോസായിട്ട് ഞാൻ എൻ്റെ അച്ചാമ്മയും ലളിതഗാനവും ശാസ്ത്രീയ സംഗീതവും പദ്യഞ്ചൊല്ലൊക്കെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ പെട്ടെന്ന് തന്നെ പഠിത്തമായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.